അവളുടെ വിവാഹജീവിതം സന്തോഷപൂർണമായിരുന്നെങ്കിൽ കൈപിടിച്ച് സന്ധ്യാസവാരിക്ക് കടൽപ്പുറത്ത് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു അദ്ദേഹമെങ്കിൽ അവൾ രാത്രിയുടെ യാമങ്ങളിൽ കഥകൾ എഴുതുമായിരുന്നില്ല. ഭർത്താവിൻ്റെ ഓരത്ത് കിടന്ന് അദ്ദേഹത്തിൻ്റെ രോമാവൃതമായ മാറിൽ മുഖമമർത്തി കിളിക്കുഞ്ഞിനെ പോലെ അഭയം തേടുമായിരുന്നു. മാനസി എഴുതിയ മാധവിക്കുട്ടിക്ക് എന്തുകൊണ്ടാണ് സ്വന്തം ജീവിതത്തിലെ ചതിക്കുഴികളെ മനസ്സിലാവാതെ പോയത്? എത്ര അറിവും വിദ്യാഭ്യാസവും വാക്പ്രസാദവും ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ എന്നോ കടന്നു വന്നേക്കാവുന്ന ഏകാന്തതയിലും ഒറ്റപ്പാടിലും നമ്മുടെ വിവേകബുദ്ധി നമുക്ക് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇല്ലാതെയാക്കാം. കഥകളുടെ രാജകുമാരിക്ക് ഓർമ്മ പൂക്കൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ഐശ്വര്യ.